ഹലോ വെരി ഗുഡ് മോർണിംഗ് ഫ്രം നേപ്പാൾ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:20. അത്യാവശ്യം വെളിച്ചം കയറിക്കൊണ്ട് വരുന്നുണ്ട്. ധനഗ്യൂ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് കേട്ടോ ഞാൻ ഉള്ളത്. ധനഗ്യൂവിലെ ചൈനക്കാർ അണ്ടറിൽ വരുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ക്യാമ്പിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു രാത്രി ഞാൻ ക്യാമ്പിങ് ചെയ്ത് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുമ്പോൾ ചൈനക്കാരനും പിന്നെ അവൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും വന്നിട്ട് അപ്പോൾ ഞാൻ അവരോട് നല്ല പെർമിഷൻ ചോദിച്ചു. അവരൊന്നും ഓക്കെ പ്രശ്നമില്ല, ഉറങ്ങിക്കോ, 7 മണിയാകുമ്പോഴത്തേക്ക് പണിക്കാർ വരും, അപ്പോഴേക്കൊന്ന് ജസ്റ്റ് ഒന്ന് അൺപാക്ക് ആക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഭക്ഷണം ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയ ചോറും പരിപ്പും അങ്ങനെ ഉണ്ട്, അതൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഗ്യാസ് കത്തുന്നില്ല, പണി കിട്ടി. എന്താ വെച്ചെങ്കിൽ ഇത് ഐസ് തണുപ്പത്ത് നല്ല വയൽ എന്തോ പണി കിട്ടിയോ എന്നൊരു ഡൗട്ട്. സാധാരണ ഐസ് അല്ല മറ്റേ ഗ്യാസ് അതേപോലെ എന്തോ ആയത് തോന്നുന്നു. എന്തായാലും അത് തന്നെ വറക്കാമെന്നില്ല. ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒന്നിച്ച് നല്ലതിൽ വെച്ച് പൊട്ടിക്കാന്ന്. എന്നാൽ തണുത്ത ചോറും തണുത്ത പരിപ്പേറിയും കഴിച്ച് പെട്ടെന്ന് ഇവിടെ നിന്ന് വീഴണം. അവിടെ നല്ലതിൽ സ്നോ വീണിട്ടുണ്ട് കേട്ടോ ആ മലൻ്റെ മുകളിൽ. പിന്നെ അവിടെ ഉണ്ട് നല്ല കാര്യമായ സ്നോന്നെ മൗണ്ടെയിൻ തോന്നുന്നു. ഇനി പോകുന്തോറും നല്ല പോയാൽ സ്നോ വീഴാൻ ചാൻസ് ഉള്ള മലകളാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, കയ്യെല്ലാം അതിൽ മരവിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ സെറ്റാപ്പെട്ട് ആ ഭക്ഷണം ഒന്ന് കഴിക്കിട്ട് അതിനുശേഷം ഇതൊന്ന് പാക്ക് ആക്കിയിട്ട് അതിനുശേഷം കാണാം. അപ്പോൾ അതിനായി പാക്കിങ് കാര്യമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സമയം വരുന്നത് 8 മണി. ഏത് ആൾക്കാർ ഫുൾ അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആളും വണ്ടിയെല്ലാമായിട്ട് കറക്റ്റ് 7 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങിന് പട്ടപ്പാടെ പാക്കിങ് ആക്കാൻ പട്ടപ്പാടെ ആൾക്കാർ. ഇന്നലെ വന്ന് ഈ സൈഡിൽ നിന്നാണ് എനിക്കിപ്പോൾ പോകേണ്ടത് ഇങ്ങോട്ടേക്ക്. ഇന്നൊരു 15-20 കിലോമീറ്ററിൻ്റെ അടുത്ത് കവറാക്കാനുള്ള പ്ലാനിലാണെന്നുള്ളത്. ഞാൻ ഇന്നലെ വീടിൽ നിന്നാണ് മുട്ട മേടിച്ചിട്ടുണ്ടായത് കേട്ടോ. ഒരു മുട്ടയ്ക്ക് 40 രൂപയ്ക്ക് 3 മുട്ട മേടിച്ചിരുന്നു. 120 വീടിൽ നിന്ന് വെള്ളം എടുത്ത് അങ്ങനെ ഭക്ഷണവും കാര്യം പാക്കിങ് എല്ലാം കഴിഞ്ഞു. മല്ലൊന്നും നീങ്ങട്ടെ, കഴിയുന്നത് ഒരു 15-20 കിലോമീറ്റർ എങ്കിലും ഇന്ന് പിടിക്കണം. എന്ത് വില കൊടുത്തു. ഇപ്പോൾ ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ടും ഇപ്പോൾ ഷോൾഡർ പെയിനും പിന്നെ കാലിൻ്റെ പെയിനും കൂടാതെ ഇപ്പോൾ അരക്കെട്ടിൻ്റെ അവിടെ ഒരു പെയിൻ കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡറിൻ്റെ വേദന കാരണമല്ല, ബാഗിൻ്റെ വെയിറ്റ് മൊത്തം എൻ്റെ ഇവിടെ ഒരു സപ്പോർട്ടർ ഉണ്ട് കേട്ടോ. ഈ ബാഗിൻ്റെ ഈ സാധനത്തിലേക്ക് കൊടുത്തിട്ട് ഇപ്പം നല്ല വേദന ഉണ്ട്. 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ നടന്നില്ലു, അനങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല പെയിനാകാൻ തുടങ്ങി. എന്താവൊന്നും അറിയില്ല. ഞാൻ ചിലപ്പോൾ മുകളിലേക്ക് പോയിട്ട് എൻ്റെ വെയിറ്റ് എല്ലാം ഒഴിവാക്കേണ്ട വരുമോ എന്നൊരു ഡൗട്ടിലുള്ള. എൻ്റെ കയ്യിലുള്ള ഭക്ഷണത്തിൻ്റെ സാധനമില്ല, ഞാൻ വിചാരിക്കുന്നത് അത് ആർക്കും കൊടുത്താലോ എന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ. ഇനി അങ്ങോട്ട് എന്തായാലും കുക്കിങ്ങും പറ്റില്ല. എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഈ പാത്രം കഴുകാന്ന് പറഞ്ഞെങ്കിലേ ഇന്ന് ഞാൻ കഴുകിയത് എൻ്റെ കൈ മരവിച്ചിട്ടാണ് ഇത്. അമ്മാതിരി തണുപ്പ്. ഇപ്പോഴൊക്കെ മരണ തണുപ്പാണ്. ഇനി മുകളിലോട്ട് പോകുന്തോറും നല്ലോണം തണുപ്പ് കൂടിക്കൊണ്ടുണ്ടാവും. മൈനസിലായിട്ടുള്ളത് തോന്നട്ടെ. ഇപ്പോൾ ആ ഒരു പാലം കണ്ടോ, മരത്തിനോടുണ്ടാക്കിയ പാലമാണ് കേട്ടോ. അതിൽ ഏത് പോക്കറില്ല ഒരു വണ്ടി പോകുന്നത്. ആ ഒരു വലിയ മരം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേ കല്ലും അങ്ങനത്തേക്ക് മണ്ണെല്ലാം ഇട്ടിട്ട് മരമെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പാലം. പക്ഷെ നല്ല കാര്യമായ സ്ഥലം കേട്ടോ. മുകളിലോട്ട് പോകുന്നതോറും ഫുള്ള് ഓഫ് റോഡ്, ഫുള്ള് കയറ്റം. പേടിയാണ്, ഇറക്കം കിട്ടാൻ ചാൻസ് കുറവ് തന്നെ. കിട്ടിയാൽ തന്നെ വളരെ ചെറുതായിരിക്കും, പിന്നെയും കയറ്റമായിരിക്കും. എന്താ വെച്ചെങ്കിൽ 5600 മീറ്ററിലേക്കായിട്ട് കയറണം. ഇപ്പം ഞാനുള്ളത് 2600-ലുള്ളതാണ്. എൻ്റെ അമ്മ ഇങ്ങനെ കയറും കീയുമായിട്ട്. പിന്നെ മുക്തിനാഥ് മന്ദിർ പറഞ്ഞൊരു സ്ഥലമുണ്ട്, ആടുന്ന് പിന്നെ മൊത്തം താലോട്ടൊക്കെ ആയിരിക്കും പോകേണ്ടത്. ഞാൻ ശ്വാസം കഴിക്കാൻ കഴിയുന്നില്ല. ഇത് മെയിൻ ഒരു കാരണമാണ് കേട്ടോ. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറുന്തോറും എനിക്ക് കിട്ടുന്നൊരു പണിയാണ്, ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഒക്കെ കാണാൻ മുമ്പ് ഏത് തണുപ്പറിയോ, ആരോ തീ കത്തിച്ചിട്ട് അതിൻ്റെ കനലിങ്ങനെ ചെറുങ്ങനെ പുകഞ്ഞുകൊണ്ടുണ്ടായിന്. ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടേക്ക് നിൽക്കുന്നുണ്ട്. ഇത് സമാധാനം അറിയാം. ഇവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിന്. ആ വെള്ളച്ചാട്ടം പാസ്സാവാൻ പെട്ട പാടാൻ കയറി. ഇതവിടെ മൊത്തം ചളിയാണ്. ആ ചളിയിലെ എനിക്ക് ഈ ചെരുപ്പ് ഇട്ടിട്ട് നടക്കാൻ കഴിയുന്നുണ്ട്. സ്ലിപ്പായിക്കൊണ്ട് ഇങ്ങനെ മലയായിട്ട് ഇങ്ങനെ ഇടത്തേക്ക് എത്തി. ആ സമയത്ത് ആ വെള്ളത്തിൻ്റെ ഡ്രോപ്പ് വേണ്ട, അതിങ്ങനെ അടിച്ച് നല്ല തണുപ്പ് അടിച്ചായി. ഞാൻ ഇന്നലെ നിന്ന സ്ഥലം അതാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമാണ് ആ സ്ഥലം. അവിടെ നിന്ന് നടന്ന് ഇടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 1.8 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇതുവരെ കവറായത് അത്ര ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇന്നൊരു 15 കിലോമീറ്റർ പോലും ആവുന്നു. മാക്സിമം ഞാൻ ട്രൈ ആക്കും. 10 കിലോമീറ്റർ അല്ലെങ്കിൽ 9 കിലോമീറ്ററിൻ്റെ അടുത്ത് എനിക്ക് കവറാക്കാൻ വേണ്ടി പറ്റും തോന്നുന്നു. എന്തായാലും നോക്കി നോക്കുന്നത്. നല്ല പെയിൻ അടിപ്പോയി. എന്താ വെച്ചെങ്കിൽ ഷോൾഡറും മസിലിൻ്റെതും അതുകൂടാതെ ഇപ്പോൾ അരയും കൂടി ആയിട്ടാകുമ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു ക്ഷീണമല്ല, എന്തോ ഒരു മടുപ്പ് പിടിച്ചോല്ലോ. ഇപ്പോൾ ഈ വേദന എടുത്തിട്ട് നടക്കാൻ പറ്റുന്നില്ല. എന്തായാലും നോക്കാം എത്ര പേര് കവറാക്കാൻ പറ്റും ഇന്ന്.
എത്ര നേരം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഉറങ്ങുന്നത്. നിന്നിട്ട് വെച്ചെങ്കിൽ പാറക്ക് പകുതി സപ്പോർട്ടും പിന്നെ ബാഗിന് ചാരിയിട്ട് ഇങ്ങനെ എത്ര ചാരിയാലും അങ്ങോട്ടേക്ക് പോയില്ല. ഇവിടെ നല്ല മജ ചെയ്താ ഇങ്ങനെ സപ്പോർട്ടും വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങി. ഞാൻ അതും വണ്ടി വരുമ്പോൾ എണിക്കാന്ന് ഒരു വണ്ടി പോയിട്ടുമില്ല. ഇതേതോ ഒരു കാട്ടിലാന്നുള്ളത്, കാടും മലയെല്ലായിട്ടുള്ള കാര്യമായ തണുപ്പോട്ടാ. ഞാനിപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ച് എന്നിട്ടും കൈമാര വെച്ചിട്ടുണ്ട്. മുകളിലോട്ടേക്ക് പോയാൽ എൻ്റെ ഹാലത്ത് നല്ല പോയാൽ ഖറാബാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നോക്കും. ഇന്ന് ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിട്ട് എന്താ പറയുക, ഇന്ന് വേർത്തില്ല എങ്കിൽ ഞാൻ എൻ്റെ മറ്റേ -10 ഡിഗ്രീൻ്റെ ജാക്കറ്റ് നാളെ മുതൽ ഇടണം. 11:10 രാവിലെ മുതൽ ഇതുവരെ നടന്നത് 4 കിലോമീറ്റർ. അത്ര കഴിഞ്ഞിട്ട് ഫുള്ള് കയറ്റമായിരുന്നു കേട്ടോ. അത് നല്ല കുത്തനെയുള്ള കയറ്റം. ഇപ്പം ഞാൻ തിമാങ് എന്ന് പറയുന്ന ഒരു വില്ലേജിലൊക്കെ എത്തിയിട്ടുണ്ട്. 2650 മീറ്ററിലുള്ള വില്ലേജാണ്. ഞാൻ ഇതുവരെ സൂര്യൻ വന്നിട്ടാണ് ഇവിടെ. ആ സൈഡിൽ താഴെ സൈഡിലെല്ലാം സൂര്യനുണ്ട്, ഈ ഭാഗത്തേട് സൂര്യനില്ല. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഫീൽ ആയിട്ടില്ല, തിരിയുന്നില്ല. എന്തോ ഒന്ന് വേദന കൊണ്ടാണോ അതോ എന്തോ തണുപ്പടിക്കുന്നുണ്ടോ എന്തോ പനി വരുന്ന സമയത്തുള്ള ആ ഒരു മടുപ്പില്ല, ക്ഷീണം പോലത്തെ അതേപോലത്തെ ഒരു സംഭവം ഫീലാണ്. ഞാൻ ഈ കാണുന്ന പീടികയിൽ നിന്ന് ഒരു 10 പീസ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു പാക്കറ്റിൽ 10 എണ്ണം വരുന്നതാണ്. ഒറ്റക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ സാധാരണ താഴെ 25, പക്ഷേ ഇവിടെ ഒറ്റക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ 40 രൂപ. 10 എണ്ണം ഒന്നാകെ മേടിക്കുന്നുണ്ടെങ്കിൽ 300 പറഞ്ഞിട്ട് ഇപ്പോൾ 300 നേപ്പാളി റുപ്പീസ് കൊടുത്തിട്ട് ഇത് മേടിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ വെക്കാൻ വേണ്ടിയൊരു സ്ഥലമില്ല, എവിടെയെങ്കിലും തിരികെ കയറ്റണം. ഫ്രണ്ട് ബാഗിൽ തന്നെ വെച്ച് ഇപ്പോൾ അത്യാവശ്യം നല്ല ലാഗേജ് ആയിട്ടാ സംഭവം. നിങ്ങൾ വിചാരിക്കുന്നത് 200 ഗ്രാമല്ലേ 300 ഗ്രാമല്ലേ എന്ന്, പക്ഷേ ഈ 200-300 ഗ്രാമില്ലേ ഒരു 1.5 വെയിറ്റാണ് ഫീൽ ചെയ്യുന്നത്. ഓരോ തവണ ഓരോ സാധനം കയറുമ്പോൾ ഇല്ലേ ഭയങ്കരമായിട്ട് വെയിറ്റ് ഫീലാണ്. എന്തായാലും ഇങ്ങനെ നല്ല മാനേജ് ചെയ്തുകൊണ്ട് പോകണം. ഞാൻ കുറച്ച് സാധനം ഒഴിവാക്കും, കുറച്ച് സാധനം ആഡാക്കി. ഇത് എവിടെ നിന്ന് ഉപകാരപ്പെടുന്ന അറിയില്ല. എന്തായാലും ഇരിക്കട്ട് പറഞ്ഞിട്ട് മേടിച്ചു. ഞാൻ സാധാരണ മധുരമൊന്നും കഴിക്കാത്തൊരുത്തനാണ്, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എവിടെ നിന്ന് വെച്ച് ഉപകാരപ്പെടുന്നുള്ള രീതിയിൽ ഇത് വാങ്ങി വെച്ചാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള അരിയും പരിപ്പും ഉള്ളി പിന്നെ ഓയിലെല്ലാം ഇല്ലേ അത് എവിടെ കൊടുക്കണം. ഇത് ബാഗിൽ വെക്കുന്നില്ല. ഇനി മുതൽ അങ്ങോട്ട് ഞാൻ കുക്ക് ചെയ്യുന്നില്ല, റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, തണുപ്പ് കുറയുന്നില്ലല്ലോ. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചുതരാ. ഞാൻ ഇന്ന് രാവിലെ നടന്നിട്ട് വന്ന സ്ഥലം നോക്കിയോ. ഈ ബാരലില്ലേ ഇവിടെ ഒരു എന്തോ ഒരു പോലെ കാണുന്നില്ല, ഒരു വൈറ്റ് കണക്കതാ. ഈ ഒരു പോയിന്റിൽ ഈടുന്ന് നടന്ന് ഇങ്ങനെ എത്തിയിട്ടാ ഈടെത്തിയിട്ട് നിന്നത്. എത്ര ദൂരമോ ഇത് ക്യാമറയിൽ നേരെ അവിടെ കാണില്ല. കാര്യമായ കയറ്റം കയറി കയറിയിട്ട് ഇപ്പോൾ ഇനിയും കയറാനുണ്ട്. ഇനി മൊത്തത്തിൽ കയറ്റം തന്നെ, ഏടി ഇറക്കില്ല തോന്നുന്നു. ഏതോ ഒരു സ്ഥലത്ത് ഒരു നല്ല കാര്യമായ ഇറക്കുണ്ട്, അതിൻ്റെ വേഷം മൊത്തത്തിൽ കയറ്റമാണ്. ഈ തുറങ്ങല പാസ് കഴിഞ്ഞവരെ എന്ന് വെച്ചെങ്കിൽ 5400 ചില്ലറ 400-600 എന്തോ ആ ഒരു അടി പാസ്സാണല്ലോ, അതുവരെ കയറ്റനായിരിക്കും. ഈ റോഡ് ഉണ്ടോ, ഈ റോഡ് ബെഷിസാഹർ മുതൽ നമ്മളെ ബെഷിസാറല്ല അങ്ങ് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും മനാങ് വരെ ഈ റോഡുണ്ട്. ബസ്സിൽ ബെഷിസാർ വരെ വന്നിട്ട് ബെഷിസാർ മുതൽ ഇങ്ങോട്ടേക്ക് മനാങ് വരെ പോകുന്നുണ്ടെങ്കിൽ വെറും 3000 നേപ്പാളി റുപ്പീസിൻ്റെ അടുത്ത് ആന്നും. പിന്നെ അങ്ങനെ വരുന്നുണ്ടാക്കുക, അങ്ങനെയും വരാം. ഞാനിതിപ്പോൾ എന്തായാലും എനിക്ക് ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് വേണമെന്നുള്ള രീതിയിൽ തന്നെ വന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് എന്താ പറയില്ലേ സീനില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ -10 ജാക്കറ്റ് ഇട്ടാലോ എന്ന് വിചാരിക്കും. നല്ല തണുത്ത കാറ്റാണ്, മേലിങ്ങനെ തണുത്ത് വറക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല സ്പീഡിൽ നടന്നിട്ട് പോലും ശരീരം വിറക്കുന്ന പോയിട്ടൊന്ന് എന്താ പറയില്ലേ തണുപ്പ് മാറി കിട്ടുന്നില്ല. എന്തായാലും ചിലപ്പോൾ ഒന്ന് ഞാൻ ആ ജാക്കറ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് കഴിച്ചതിന് ശേഷം ജാക്കറ്റ് ചിലപ്പോൾ ഇല്ലാന്നെങ്കിൽ വെച്ച് പിടിക്കും നല്ല മുന്നോട്ട്. ഇപ്പോൾ സമയം 2:50 9.6 കിലോമീറ്റർ ഇതുവരെ കവറായിട്ടാണ്. ഞാൻ ആ -10 ജാക്കറ്റ് ഇട്ട് തണുപ്പ് സഹിക്കാൻ വയ്യായിട്ട് ഇതിട്ടിട്ടും വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമസ്തേ. എന്ത് രസമല്ല കുട്ടികൾ, ഏകദേശം ആളും കാണുന്ന ആൾ വലിയ ആളും കുട്ടികളും എല്ലാവരും ഈ നമസ്തേ എന്ന് പറയും. പിന്നെ ഈ എന്താ പറയില്ല ഈ ഹോട്ടലിൻ്റെ ആൾക്കാരില്ലേ ഇവർ നമസ്തേ എന്ന് പറയുന്നത് വേറെ ഒന്നും. അതെന്ന് വെച്ചാൽ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. ഏകദേശം സ്ഥലത്തും എന്താ പറയില്ലേ ഹോട്ടലാണ് ഈ ഏരിയയിൽ കേട്ടോ. ഇത് താലില്ല മിനിയാന്ന് ഞാൻ നിന്ന് അത്രക്കെല്ലാം ഉള്ളൊരു ചെറിയൊരു അത്രക്കെല്ലുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ നോക്കിയാലും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്. വീടിനോട് ചേർന്നിട്ട് തന്നെ ഇവർ എന്താ പറയില്ലേ ഹോട്ടൽ പിന്നെ ആ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വരുമാന മാർഗം. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് മുതൽ തുടങ്ങുന്ന ആ ബസ്സില്ലേ അവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്ക് തുടങ്ങുന്നത് കുറച്ച് അങ്ങോട്ടേക്കുണ്ട്. ഞാൻ ഇന്ന്
കുറച്ചും കൂടി നടന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിട്ടതിന് ശേഷമില്ല ആ ഷോൾഡർ പെയിനിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് ഒന്ന് ലെവലായിട്ടുണ്ട്. പിന്നെ ഈ അരക്കെട്ടും ഒന്ന് ഓവറല്ല, എന്നാലും കുറച്ചൊരു സപ്പോർട്ട് കിട്ടിയ പോലെ ഫീൽ ആകുന്നുണ്ട്. പക്ഷേ ഈ ശ്വാസം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ജാക്കറ്റ് ഇട്ടുകൊണ്ടോ അതോ ഈ മുകളിലോട്ട് കയറുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഒന്നുകിൽ ക്യാമ്പിംഗ് സൈറ്റിൽ തപ്പണം, അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ താമസിക്കണം. എന്തായാലും കാണാം. അങ്ങാടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ അവസാനിച്ചേട്ടാ. അവസാനം ഒരു മോൺസ്റ്റർ ഉണ്ട്. മോൺസ്റ്ററിൻ്റെ പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ നമ്മളെ ട്രക്കിംഗ് റൂട്ട് തുടങ്ങി. ഇത് കോട്ടോ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. 2600 മീറ്ററിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ചെക്ക് പോയിൻ്റാണ് പോലീസിൻ്റെ. ഇവിടുന്ന് ഞാൻ ഒരാഴ്ച മുന്നേ ഒരു പാസ് ഉണ്ടാക്കിയിട്ടാണ്, അന്നപൂർണ്ണ സർക്കിട്ടിൻ്റെ ആ ഒരു പാസ് ഇവിടെ കാണിക്കണം. ഞാൻ ഇന്നലെയും കാണിച്ചു കേട്ടോ. താരാപ്പാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇതേപോലെ ചെക്ക് പോയിന്റ്, അത് ഇരുട്ടാണ്, ഞാൻ പിന്നെ അധികം വീഡിയോ എടുക്കാൻ നിന്നിട്ടോ. അവിടെയും കാണിച്ച് ഇവിടെയും കാണിച്ച്. ഇതെന്തിനു വെച്ചെങ്കിൽ ഇവർ അതിൽ എന്താ പറയില്ലേ എഴുതിയിട്ട് വെക്കും, ഞാനിത് പാസ്സായി എന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ എൻ്റർ ആക്കിയിട്ട് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലെവിടെയും കാണാതായോ ആ ഒരു ടൈപ്പിന് തോന്നുന്നു. അല്ല അങ്ങനെയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു, കറക്റ്റ് അറിയില്ല. എന്തായാലും ഇവിടെ എൻ്റെ പേരും കാര്യമെല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നെ പോകുന്ന സമയത്ത് വേറെയും മുന്നിലോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നോക്കിയിട്ടുണ്ട് കഥയെന്ന്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:30 കേട്ടോ. ഞാനിപ്പോൾ ചാമ എന്ന് പറഞ്ഞ ഒരു വില്ലേജിൻ്റെ എൻട്രി ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി ഹാളിൻ്റെ മുമ്പിലാണ്. ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. 4 മണിയാകുമ്പോൾ ഇവിടെ എത്തിയത്. ഈ അരമണിക്കൂർ ഞാൻ എന്താക്കി അവിടെ പോയിട്ട് വെള്ളം കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ടെൻ്റ് അടിക്കാനായിട്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിപ്പോയതാണ്. പിന്നെ ഞാൻ ഇന്ന് മൊത്തം കിലോമീറ്റർ കവർ ചെയ്തത് 11.3 കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ 4 മണിയാകുമ്പോൾ തന്നെ സ്റ്റോപ്പാക്കി. കുറച്ചും കൂടി മുന്നോട്ട് പോകാനുള്ള പ്ലാനിലുണ്ടായത്. പിന്നെ എനിക്ക് എന്താ പറയില്ലേ വെറുതെ പണി വാങ്ങി കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം മേലും കയ്യിലെ വേദനിക്കുന്നതന്നെയല്ല. അപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന്, പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കിടക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ആദ്യം ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇത് കുറച്ച് ഇറക്കത്തിലാണ്. എൻ്റെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള പേടി കൊണ്ട് ഇവിടെ വന്ന് ഇവിടെയും വെള്ളമൊന്നും ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ കുറച്ചപ്പുറം പോയിട്ട് വെള്ളമെല്ലാം എടുത്തിട്ട് അത്യാവശ്യം എല്ലാ കാര്യവും ഓക്കെ. ഇനി ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, ഉറങ്ങുക. എത്ര പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും അത്ര പെട്ടെന്ന് ഉറങ്ങണം. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.